ബാലേജിക്ക് എന്താ തോന്നുന്നത്? ഞാൻ മരിക്കുമോ? പറയാൻ പറ്റില്ല അല്ലേ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ മരിക്കാനും മരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ശരിക്കും അതല്ലേ സത്യം? ഇല്ല, മരിക്കില്ല, ജീവിക്കും. ഇനിയും ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്റെ മോള്. എന്റെ കുട്ടിക്ക് ഒന്നും വരില്ല. നീ ഉറങ്ങിയോ? ഏയ് ഇല്ലമ്മേ. നീ അവളെ ഒന്ന് വിളിച്ചു തന്നെ, മൈഥിലിയെ. എന്താ അമ്മേ? ഞാൻ ക്ഷമ പറഞ്ഞാലേ അവള് വരൂന്നല്ലേ പറഞ്ഞത്. പറയാം. എന്തു പറയാന്ന്? ക്ഷമയോ? പിന്നല്ലാതെ മരുമക്കളെ പേടിക്കേണ്ട കാലമല്ലേ ഇപ്പോ. നീ വിളിച്ചതാ. അത് വേണോ അമ്മേ? നീ പറയുന്നതനുസരിക്കടാ. വിളിക്കല്ലേ? ഇത്ര നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? വിളിക്കാം വിളിക്കാം. ഈശ്വര, അരവിന്ദേട്ടനാ? ഈശ്വര. ഹലോ. ഞാൻ എന്റെ അമ്മ പറഞ്ഞിട്ട് വിളിക്കുക. അമ്മയോ? എന്തിന്? അമ്മയ്ക്ക് നിന്നോട് എന്തോ. മൈഥിലി, എന്താ? ഞാൻ മാപ്പ് പറഞ്ഞാലേ നീ ഇങ്ങോട്ട് വരുള്ളോ? അതല്ലേ അതിന്റെ ശരി. എന്റെ കയ്യിൽ നിന്ന് നീ ശരിക്ക് കൊണ്ടിട്ടില്ലല്ലോ. എന്താ? തല്ലി നിന്റെ നടു ഒടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ക്ഷമ പറയാൻ ഞാൻ. മതിയോ? അമ്മേ, എന്നെ ഭീഷണിപ്പെടുത്തല്ലേ? ഭീഷണിയൊന്നുമല്ല, ചെയ്യാൻ പോകുന്ന കാര്യ. നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വരണ്ട. എന്റെ ചെറുക്കനെ ഞാൻ വേറെ കല്യാണം ആലോചിച്ചോളാം. ആർക്ക്? അരവിന്ദേട്ടനോ? നീ മാത്രമേ ഉള്ളൂ ലോകത്ത് പെണ്ണായിട്ട്. അല്ലമ്മേ, നാളെ ഉച്ച വരെ നിനക്ക് സമയം തരും. ഉച്ച വരെ മാത്രം. അമ്മേ, ഹലോ. അമ്മ പറഞ്ഞ കുറച്ച് കടുത്തുപോയി. ഏയ്, നാളെ ഉച്ചയ്ക്ക് മുൻപ് അവൾ ഇങ്ങ് വരും. നീ നോക്കിക്കോ. അയ്യോ, മിഥുനം 12-ാം തീയതി തിങ്കളാഴ്ച 10-നും 10:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തം. മിഥുനത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം അത്. അതിനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. ഇതിപ്പോ ഇടവം പോകാറായില്ലേ? അതിനെന്താ, നമ്മൾ വലിയ ആഘോഷമായിട്ടൊന്നും നടത്തുന്നില്ലല്ലോ. ഇനിയുണ്ട് 10-20 ദിവസം. അതിനിടയ്ക്ക് അവിടെ ചെന്ന് ഉറപ്പിക്കണം. അത്രയല്ലേ വേണ്ടൂ. അമ്മ നിസ്സാരമായിട്ടങ്ങ് പറഞ്ഞു. പെണ്ണു വീട്ടുകാർക്കാ ചെലവ് കൂടുതല്. അവര് കുറച്ചുകൂടി സമയം ചോദിച്ചാ കൊടുക്കണ്ടേ? മോനെ, നീ ഒന്ന് വിളിച്ചു ചോദിച്ചേ. അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ഡേറ്റിൽ തന്നെ നടത്താം. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ, ഇത് കഴിഞ്ഞ പിന്നെ വേറെ മുഹൂർത്തം. അതെ, അത് ശരിയാ. കാർത്തിക്. തമ്പി സാറേ, ഞാൻ അമ്മ പറഞ്ഞിട്ട് വിളിക്കേ. കൊടുക്കാം. അമ്മ വന്നേ. നീ അങ്ങ് പറഞ്ഞാ മതി. അതുപോലെ അമ്മ തന്നെ പറ. ഹലോ. ഹലോ, തമ്പിയാ. ഞാനൊരു മുഹൂർത്തം കുറിപ്പിച്ചായിരുന്നു. അടുത്ത മാസം എന്നുവെച്ചാ മിഥുനം 12-ാം തീയതി. നല്ലൊരു മുഹൂർത്തമാ. 10-20 ദിവസമല്ലേ ഉള്ളൂ. അവിടുത്തെ സൗകര്യം കൂടി അറിഞ്ഞാ അടുത്ത ആഴ്ച ഞങ്ങൾ വന്ന് ഓർപ്പിക്കാം. ഞങ്ങൾക്ക് അസൗകര്യമൊന്നുമില്ല വസുമതി അമ്മേ. എന്നാലും മോളോടുകൂടി ഒന്ന് ചോദിക്കട്ടെ. ആയിക്കോട്ടെ, ഞങ്ങൾ നിർബന്ധിക്കില്ല. ഏറ്റവും നല്ല മുഹൂർത്തമുള്ള ദിവസം അന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ മോളോടൊന്ന് ആലോചിച്ചിട്ട് ഉടനെ വിളിച്ചു പറയാം. ശരി.
കാർത്തികിന്റെ അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. അവര് മുഹൂർത്തം വരെ നോക്കി. അടുത്ത മാസം 12-ന് ഏറ്റവും നല്ല മുഹൂർത്താണ്. മോളോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു ഞാൻ. ഇത്ര പെട്ടെന്ന് വേണോ അച്ഛാ? എപ്പോഴായാലും നടത്തണ്ടേ? എത്രയും നേരത്തെ ആയാലും അത്രയും നല്ലത്. ഡിവോഴ്സിന്റെ പേപ്പർ കിട്ടാതെ എങ്ങനെയാ? അത് ജോയിന്റ് പെറ്റീഷൻ അല്ലേ, പേപ്പറൊക്കെ പെട്ടെന്ന് കിട്ടും. ഇനി അഥവാ കിട്ടാൻ ഇത്തിരി താമസിച്ചാലും ആനന്ദ് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ പോരെ. അത് ഞാൻ ചെന്ന് കണ്ട് പറയാം. വേണ്ടച്ചാ, അച്ഛൻ ഇനി ആനന്ദിനെ കാണാൻ പോവരുത്. അഴകത്ത് നിന്ന് അപമാനിച്ചു വിട്ടതല്ലേ നമ്മളെ. ഇനി അച്ഛൻ തരം തേടാൻ നിൽക്കരുത്. കാശിനല്ലേ കുറവുള്ളൂ. അഭിമാനം കൊണ്ട് ആർക്കും പിന്നിലല്ല നമ്മള്. എനിക്കെന്തായാലും അവസാനമായിട്ട് ഒരിക്കൽ കൂടി ആനന്ദിനെ ഒന്ന് കാണണം. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. മോള് പോണോ? എന്തിനാ വെറുതെ? പോണോ അച്ഛാ? ഇതൊരു രഹസ്യ കല്യാണമൊന്നും അല്ലല്ലോ. 4 പേർ അറിഞ്ഞു നടത്തുന്ന കല്യാണമല്ലേ. ഉപേക്ഷിച്ചു വിട്ടാലും അഭിരാമി ജീവിക്കും എന്ന് ആനന്ദ് മനസ്സിലാക്കണം. നിൽക്ക. സമയം എന്തായി? ഇത്തിരി വൈകിപ്പോയി. പെൺകുട്ടികൾ വീട്ടിൽ കയറി വരുന്നത് ഈ സമയത്താണോ? ഞാൻ അനന്തുവിനൊപ്പമാ പോയത്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടില്ല. വീട്ടിലെത്താൻ വേണ്ടി ഞാൻ നേരത്തെ പോന്നതാ അമ്മേ. മീറ്റിംഗ് അനന്തുവിനല്ലേ? നിനക്കെന്താ? ഞാനും ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഭാഗമല്ലേ. ആണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അനന്ത് പറഞ്ഞിട്ടാ ഞാൻ ജോയിൻ ചെയ്തത്. അനന്തു ആരാ? ഞാൻ അറിയാതെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവനെന്താ അധികാരം? അത് എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാം? അതൊക്കെ അനന്തുവിനോട് ചോദിക്കണം. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. തീരുമാനം ഞാൻ പറയാം. ഓഫീസിൽ നിന്റെ ആവശ്യമില്ല. ഇന്ന് പോയത് പോയി, നാളെ മുതൽ പോവണ്ട. അല്ല എന്ന് പറഞ്ഞ ഇങ്ങോട്ട് സംസാരമൊന്നും വേണ്ട. ഒറ്റ വാക്കേ ഉള്ളൂ സുമംഗലിക്ക്. അത് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റഡ് ആണ്. എന്തായാലും എൻ്റെ വക്കീലൊരു തീരുമാനം പറയട്ടെ. കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ മാത്രമല്ല, എൻ്റെ സുഹൃത്തും കൂടിയാണ് രവി മേനൻ. അദ്ദേഹം പറയാൻ ഞാൻ ഒരു ഡീലും ഉറപ്പിക്കില്ല. നാളെ ഞാനൊരു ഫയൽ ഡിസിഷൻ പറഞ്ഞാൽ പോരെ? മതി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഒരു ഡ്രിങ്ക് കഴിച്ചിട്ട് ഇറങ്ങാം. ഹേയ് വേണ്ട, നമ്മളൊന്നൊരു ഡീൽ ഉറക്കട്ടെ, എന്നിട്ടാവാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. പോയല്ലേ? പോയി. അത്ര പെട്ടെന്നൊന്നും നടക്കും തോന്നുന്നില്ല. ആ വക്കീല് പറയും പോലെ ഇരിക്കും. വിവരമുള്ള വക്കീലാണെങ്കിൽ അയാൾ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കും. ഒരിക്കലും സൈൻ ചെയ്യാൻ സമ്മതിക്കുകയില്ല. വിവരമുള്ള വക്കീലാണ്, വിവരം കൂടിപ്പോയ വക്കീല്. അല്ല, അനന്തോഖാൻ തിരിച്ചു വരണോ? സോളമൊന്നും മാറി വേണ്ട, അത് അനന്തും അല്ല. അച്ചായൻ ധൈര്യമായിട്ട് തുറക്ക്. ഉറപ്പല്ലേ? ഉറപ്പ്. അല്ല, എന്താ വക്കീലെ പെട്ടെന്ന്? അല്ല, ഞങ്ങളിവിടെ ചുമ്മാ ഇങ്ങനെ പേടിക്കണ്ട ചായ. വക്കീലിന്റെ കൂടിപ്പോയ ബുദ്ധി ഇപ്പൊ നമ്മുടെ ട്രാക്കിലാ. ശരിക്കും
ശരിക്കും. എന്റെ കർത്താവേ, സത്യമാണത്. പിന്നല്ലാതെ. അഴകത്തെ ലീഗൽ അഡ്വൈസർ, അനന്തുവിന്റെ വിശ്വസ്തൻ. ഇനി ഇയാൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. 50 കോടി ഓഫർ ചെയ്തപ്പോ വക്കീല് മലക്കം പറഞ്ഞു. ഓഫർ മാത്രമാകരുത്, അതൊരു രേഖയാകണം. ആക്കിക്കോ. നിയമവശങ്ങളൊക്കെ വക്കീലിന് അറിയാലോ. ഒരു എഗ്രിമെന്റ് എഴുത്. അച്ചായനും ഞാനും കവിത ഒപ്പിട്ട് തരാം. അല്ല, കവിത അറിഞ്ഞോ ഈ സന്തോഷ വാർത്ത? പറഞ്ഞു. പറയാതെ ഞാൻ വക്കീലിന് ഓഫർ വയ്ക്കുമോ? ഫയലുകളൊക്കെ ഞാൻ അനന്ത് സാറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കോ. അതൊക്കെ ഞാൻ ഏറ്റു. ഫയലൊക്കെ സൈൻ ചെയ്ത് കിട്ടിയ അഴകത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പൊളിച്ച് കൈ തരും ഞാൻ. ഓരോന്ന് ഒഴുക്കി സോളമ സന്തോഷത്തിന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇറങ്ങി പോന്നും പോയി. മണി 2 അരവിന്ദേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ? നല്ല ഉറക്കമായിരിക്കും. ഹലോ, ഞാൻ അരവിന്ദേട്ടാ. മനസ്സിലായി. നീ എന്താ ഈ പാതിരാത്രിയില്? എനിക്ക് ഉറക്കം വരുന്നില്ല. കണ്ണടച്ച് കിടന്ന് 100 വരെ എണ്ണ, തന്നെ ഉറക്കം വന്നോളും. അതല്ല, ഞാനിനി എന്ത് വേണം? അങ്ങോട്ട് വരട്ടെ? ഈ രാത്രിയിലോ? നാളെ രാവിലെ വന്നാലോ? നിന്റെ സൗകര്യം പോലെ ചെയ്യ്. അപ്പൊ വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അതെ, വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടോ? ആർക്ക്? അരവിന്ദേട്ടന്. ആ, നീ വന്നില്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. അരവിന്ദേട്ടാ, പെണ്ണെ, നീ ഫോൺ വെച്ചിട്ട് ഉറങ്ങും. അരവിന്ദേട്ട. എന്റെ ഭർത്താവ് പറയുന്നതല്ലാതെ വേറെ ആര് പറയുന്നതാ ഞാൻ കേൾക്കേണ്ടത്? അനന്തു പറ. അമ്മയോട് ചോദിക്കാൻ നിന്നെ ഓഫീസിലെടുത്തല്ലേ പ്രശ്നമായത്? അതിലെന്താ ഇത്രമാത്രം പ്രശ്നം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ. അമ്മയെ അറിയിക്കാതെ ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല. അറിയിച്ച ഉടനെ അമ്മ സമ്മതിക്കുമായിരുന്നോ? ഇല്ല, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അമ്മയുടെ കാര്യങ്ങളൊന്നും പറയാറുന്നത്. ഞാനിപ്പോ എന്താ വേണ്ടത്? ജോലി വേണ്ടാന്ന് വെച്ച് അടുക്കളയെ ചുരുണ്ടുകൂടി കിടക്കണോ? ഞാൻ അമ്മയോട് സംസാരിക്കാം, പോരെ? സംസാരിച്ച പോരാ, സമ്മതിപ്പിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ധിക്കരിക്കണം. ധിക്കരിക്കാനോ? അമ്മയെ അനുസരിച്ച് ഞങ്ങൾക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ അഹങ്കാരം. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയാത്തവർ വിവാഹം കഴിക്കരുത്. ഞാൻ അനന്തുവിന്റെ ഭാര്യ. അനന്തു ഓഫീസിൽ വരണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ധിക്കരിക്കില്ല. പക്ഷേ അത് അമ്മയുടെ വാക്ക് കേട്ടിട്ടാവരുത്. അമ്മ തെറ്റു പറഞ്ഞ അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ശീലിച്ചിട്ടില്ല. ശീലിക്കണം. ഭർത്താവിന് അധികാരവും അവകാശവും ഇല്ലാത്ത വീട്ടിൽ ഭാര്യ വെറും അടിമയായി പോവും. അങ്ങനെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ ആത്മഹത്യ എന്നതല്ലേ നല്ലത്. ഭർത്താവിന്റെ കഴിവുകേടുകൊണ്ട് ജീവൻ ഒടുക്കിയ ഒരു പെണ്ണാവുന്നതാ ഭർത്താവിന്റെ അമ്മയുടെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. നീ നടങ്ങ, ഞാൻ അമ്മയോട് സംസാരിക്കാം. സമ്മതിച്ചില്ലെങ്കിൽ നീ ഓഫീസിലുണ്ടാവും, അതുപോലെ. ഉറപ്പാണോ? ആ, ഉറപ്പ്. ഇപ്പോഴാ ശരിക്കും അനന്തു ഒരു ഭർത്താവായത്.
ചെല്ലുന്നത് ഓർക്കുമ്പോ മരിക്കാൻ തോന്നുന്നു എനിക്ക്. കൊറേ നാളായല്ലോ നീ ഇങ്ങനെ പറയുന്നു. എന്നാ പിന്നെ അങ്ങ് മരിക്കും മോളെ. ദേ മമ്മി, ശവത്തിക്കൊത്തല്ലേ. മരിച്ചതുപോലെ ജീവിച്ചിരിക്കുന്ന അവസ്ഥയാ ഇപ്പൊ എന്റേത്. അഭിമാനം പണയപ്പെടുത്തി തിരിച്ചു കയറി ചെല്ലുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ മമ്മിക്ക് മനസ്സിലാവില്ല. ഒരു വേദനയില്ല. അവിടെ ചെന്ന് കേറുമ്പോ ഒരു ചളിപ്പുണ്ടാവും, അത്രേ ഉള്ളൂ. ദേ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. അയ്യോ വേണ്ട, എന്നെ പരിഹസിക്കുന്നത് കേട്ട് മമ്മിക്ക് ചിരിക്കാനല്ലേ. ദൈവം മാത്രം കൂട്ടിനുള്ള ഒരു അനാഥയാ ഇപ്പൊ ഞാൻ. എന്റെ വിധി ഒരു പെണ്ണിനും വരാതിരിക്കട്ടെ. ഞാൻ പോവാ. ഉച്ചയ്ക്ക് മുമ്പ് ചെന്നില്ലെങ്കിൽ അവിടെ ഇനി കേറ്റില്ല. നാണക്കേട് കൊണ്ട് ഞാൻ മരിച്ചില്ലെങ്കിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. സോറി, ബാഡ് ബൈ. എനിക്ക് കുടുംബകാര്യമല്ല അമ്മയോട് സംസാരിക്കാനുള്ളത്. തികച്ചും ഒഫീഷ്യലാണ്. ഓഫീസിൽ മനഃപൂർവ്വം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി. കവിത എന്ത് കുഴപ്പം കാണിക്കുന്നു അമ്മ പറയുന്നു? ഞാൻ കവിതയുടെ ഒരു കാര്യം ഇവിടെ സംസാരിച്ചിട്ടില്ല. പിന്നെ നീ എന്തിനാ ഇപ്പൊ കവിതയുടെ പേര് പറഞ്ഞത്? അത് പിന്നെ ഞാൻ കവിത ഉരുളല്ലേടെ കൊച്ചെ നീ. നിനക്ക് തന്നെ അറിയാം കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ളത് അവളാണെന്ന്. അതുകൊണ്ട് നമുക്ക് അവള് ജോലി ചെയ്യുന്ന കാശൊന്നും വേണ്ട. വേണ്ട, നമുക്ക് അവള് ജോലി ചെയ്യുന്ന കാശൊന്നും വാങ്ങിക്കണ്ട. അവളെ തന്നെ എടുത്തോട്ടെ. ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തിട്ടല്ല. അവള് പുറത്തെവിടെയെങ്കിലും ജോലി നോക്കട്ടെ. നമ്മുടെ ഓഫീസിലാവുന്നതല്ലേ അമ്മ നല്ലത്. അതാവുമ്പോ എൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവളിലുണ്ടാവുമല്ലോ. അങ്ങനെ മാറ്റിവെക്കാനൊന്നും പറ്റില്ല. നിന്റെ 2 കണ്ണും ബിസിനസ്സിലായിരിക്കണം. അതിന് കൊള്ളാവുന്നതുകൊണ്ടാ ഓഫീസ് നിന്നെ ഏൽപ്പിച്ചത്. പക്ഷേ ഇപ്പോ കവിതയുടെ സഹായം എനിക്കൊരു ആശ്വാസാ. ആ ആശ്വാസം ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അമ്മയ്ക്ക് എന്താ അമ്മ ഇത്ര വാശി? കവിത നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യണ്ട. ഇത് വാശിയല്ല, എന്റെ തീരുമാനം. അവള് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡയറക്ടർ ബോർഡ് കൂടിയാലേ പിരിച്ചുവിടാൻ പറ്റൂ. പോടാ, ആരാ ഈ ഡയറക്ടർ ബോർഡ്? എന്റെ തീരുമാനം ആരാ അംഗീകരിക്കാത്തത്? അതെനിക്കൊന്ന് അറിയണമല്ലോ. അവൾക്കൊരു അവസരം കൊടുത്തൂടെ അമ്മ? ഈ കാര്യം ഇനി എന്നോട് പറയണ്ട. തീർച്ചയാണോ? ഒന്ന് പോട ചെറുക്ക. അത് പിന്നെ ഫൈനൽ ചെക്കപ്പിന്റെ റിസൾട്ടാണ്. എന്താ ഡോക്ടർ, വല്ല കുഴപ്പവും? ടെസ്റ്റ് റിസൾട്ട് എല്ലാം ഓക്കെയാണ്. ബോഡി ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് 1 മണിക്കൂറിനകത്ത് തിയേറ്ററിലേക്ക് മാറ്റാം. എത്ര സമയം എടുക്കും ഓപ്പറേഷന്? പേടിക്കാതിരിക്കൂ. ഇപ്പം നമുക്ക് ധൈര്യമല്ലേ വേണ്ടത്. എന്താ രേവതിക്ക് പേടിയുണ്ടോ? ഏയ് ഇല്ല. ഓപ്പറേഷന് സമയമെടുത്തപ്പോ എന്തോ ഒരു ധൈര്യം. വെരി ഗുഡ്. ഓപ്പറേഷൻ സക്സസ് ആവില്ലേ? ആവും. ഞാൻ തിരിച്ചു വരും. ഈ ധൈര്യവും ആത്മവിശ്വാസവും മാത്രം മതി. ബാക്കിയെല്ലാം ഡോക്ടർ നിങ്ങൾ നോക്കിക്കോളാം. ഡോക്ടർ അലക്സിനോട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറ. ശരി ഡോക്ടർ. രാഘവ, 1 മിനിറ്റ്. എന്താ ഡോക്ടർ? ബില്ലടച്ചില്ലേ? ഉവ്, ഇപ്പം 7 ലക്ഷം. ആ, ബ്ലഡ് ആവശ്യം വരും. അത് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാം. പകരം കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ഓക്കെ. കുട്ടി വളരെ കോൺഫിഡൻ്റ് ആണ്, അത് കളയരുത്. ആ ധൈര്യമാണ് നമുക്ക് ആവശ്യം.
നിൽക്ക്. എന്താ വന്നത്? ചുമ്മാ ഇങ്ങ് പോന്നു. അകത്തേക്കാണോ? ആ ബാഗ് വെച്ചിട്ട്. പിന്നെ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചോ? ഞാൻ ഇവിടുത്തെ മകന്റെ ഭാര്യയല്ലേ, അപ്പൊ ഞാൻ ഇവിടെ അല്ലേ താമസിക്കണ്ടേ? ആണോ? ആ എന്നാ കേറാൻ വരട്ടെ. ഒരു നിമിഷം, ഞാനിപ്പോ വരാം. ഈശ്വര, ഇറങ്ങിപ്പോവാനെങ്ങാനും പറയോ? ഏയ്, ചിലപ്പോ വിളക്കെടുക്കാൻ പോയതായിരിക്കും. എന്നിട്ട് കാല് കഴിക്കുന്നു. ഇത് നീ ഓടിച്ചിട്ട് പോയ കമ്പ. ഇത് മുറി കൂട്ടിയിട്ട് വന്നാ മതി. അന്നേരത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതല്ലേ അമ്മേ. ഒടിച്ച കോല് കൂടിച്ചേരില്ലെന്ന് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. അല്ലെങ്കിൽ പിന്നെ ഒട്ടിക്കണം. ഞാനിത് ഒട്ടിച്ചു തരട്ടെ അമ്മേ. ഞാനെന്തോ മാപ്പ് പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ നീ. ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ചിലപ്പോ അൽഷിമേഴ്സ് ആണോന്നൊരു സംശയം. കവിത വന്ന് നോക്കുന്നുണ്ട്. മുറിയിലേക്ക് ഞാൻ വരാം. വേണമെങ്കിൽ എന്നെ ഇഞ്ചനാര് ചതയ്ക്കും പോലെ ചതച്ചോ. എന്നാലും ഇവളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കല്ലേ. അമ്മേ, കൈയുടെ മുട്ടുവേദന മാറിയോ? വിട്, ഞാൻ കുഴമ്പിട്ട് വരാം. കയറി പോടിയകത്ത്. എന്ത് ചെയ്യാം? ഞാൻ 2 ദിവസം മാറി നിന്നാ ഉടനെ വിളിക്കും. ഒരു സ്വൈര്യവും തരത്തില്ല ഈ അമ്മ. എന്ന് വെച്ചാ ഈ വീട്ടിലെ വിളക്കല്ലേ ഞാൻ.